ശ്രീജിത്ത് പണിക്കർ, സേനാപതി വേണു ഇവിടെ സൂചിപ്പിച്ചത് അത്ര വലിയ പ്രശ്നമല്ല എന്ന രീതിയിലാണ്. പക്ഷെ അങ്ങനെ നമുക്ക് വിലയിരുത്തുവാൻ കഴിയുകയില്ല. സേനാപതി വേണുവിന് കോൺഗ്രസ് വക്താവ് എന്ന രീതിയിൽ അങ്ങനെ പറയാനേ പറ്റുകയുള്ളൂ. പിന്നെ ഈ നിതീഷ് കുമാറിന്റെ കാലുമാറ്റത്തിൽ രണ്ട് തരത്തിലുള്ള അഭിപ്രായങ്ങളാണ് വരുന്നത്. കോൺഗ്രസ് സ്വാഭാവികമായിട്ടും BJP-യെ കുറ്റപ്പെടുത്തുന്നു. അതേസമയം ഇന്ത്യ സഖ്യത്തിൽ ഈ കോൺഗ്രസിന്റെ ഒരു നിലപാടാണ് ഇങ്ങനെയുള്ള നിതീഷ് കുമാറിന്റെ വിട്ടുപോകലിന് കാരണമായിട്ട് അവർ തമ്മിലുള്ള മുറുമുറുപ്പായിട്ട് വരുന്ന കാര്യം. എന്തൊക്കെ പറഞ്ഞാലും ആത്യന്തികമായി ഈ മുന്നണിക്ക് കെട്ടുറപ്പ് നഷ്ടപ്പെട്ടു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ലല്ലോ. കണക്കിലെ കളികൾ വെച്ചോ സമവാക്യങ്ങളൊക്കെ വെച്ചോ കൂട്ടി നോക്കിയാൽ പോലും ഒരു സാധ്യതയും കാണാത്ത അവസ്ഥയല്ല ഇപ്പോൾ ഉള്ളത്, 2019-നേക്കാൾ മോശം എന്ന രീതിയിൽ. തീർച്ചയായിട്ടും. കാരണം ഇപ്പൊ ശ്രീ സേനാപതി വേണു ഈ ഒരു അഭിപ്രായം പറയുമ്പോൾ കോൺഗ്രസിന് നിലവിൽ ആ ഒരു അഭിപ്രായം പറയാനേ കഴിയുകയുള്ളൂ. കാരണം ഇന്ത്യ സഖ്യം എന്ന് പറയുന്നതിൽ 28 കക്ഷികളുണ്ട്. അതിലെ ഒരു കക്ഷി മാത്രമാണ് അദ്ദേഹത്തിന്റെ JDU, നിതീഷ് കുമാറിന്റെ JDU എന്നൊക്കെ പറയാമെങ്കിലും ആ ഒന്ന് എന്ന് പറയുന്നത് ഇമ്മണി ബല്യ ഒന്നാണ് എന്നുള്ളതാണ് അതിന്റെ കണക്ക്. കാരണം നമ്മൾ ഈ 28 കക്ഷികളെ പറ്റി പറയുമ്പോൾ അതൊരു വലിയ സംഖ്യയായിട്ട് നമുക്ക് തോന്നാം. പക്ഷെ അതിൽ പല കക്ഷികളും വളരെ ചെറുതാണ്. ഇപ്പൊ ഉദാഹരണത്തിന് 28 കക്ഷികളിൽ ഒരു കക്ഷി നമ്മുടെ RSP ആണ്. അതിനാകെ ഒരു MP ആണുള്ളത്, അത് ശ്രീ NK പ്രേമേന്ദ്രനാണ്. അപ്പൊ അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കണക്കിൽ പറയുമ്പോൾ RSP 1, JDU 1 എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ 28ലേക്ക് വരുന്നത് എങ്കിലും അവരുടെ സ്വാധീന മേഖല, അവരുടെ സ്വാധീനം ഉള്ളത് എത്രത്തോളം സീറ്റുകളിലാണ് തുടങ്ങിയ കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് ഈ ഒരു 1 എന്ന് പറയുന്നത് ഇത്തിരി വലിയൊന്നാണ് എന്ന് നമുക്ക് തോന്നും. കാരണം ബീഹാറിലെ മേജർ പാർട്ടിയാണ് RJD, അവർ JDU. അപ്പൊ നമുക്കറിയാം കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട്, പ്രത്യേകിച്ച് ഒരു കഴിഞ്ഞ 10 വർഷമായിട്ട് അവിടുത്തെ നിയമസഭയിലാണെങ്കിലും ഇവർക്ക് ശക്തി ക്ഷയിച്ചിട്ടുണ്ട്. പക്ഷെ എല്ലായ്പ്പോഴും അവിടുത്തെ ഏറ്റവും വലിയ ഡിസിഷൻ മേക്കർ, പൊളിറ്റിക്കൽ ഡിസിഷൻ മേക്കർ എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും നിതീഷ് കുമാർ തന്നെ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിതീഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എടുക്കുന്ന നിലപാടുകളിൽ പലപ്പോഴും വളരെ വലിയ കാർക്കശ്യം അദ്ദേഹം പുലർത്തുന്നത് കൊണ്ട് തന്നെയാണ് ഈ ഇന്ത്യ സഖ്യം എന്നതിനെ ഉണ്ടാക്കുന്നതിന് വേണ്ടി കൂടി അദ്ദേഹം അവിടെ പ്രവർത്തിച്ചിരുന്നത്. ഇപ്പൊ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട് ഇതിൽ നിന്ന്. കാരണം നമ്മളിപ്പോ ഈ കഴിഞ്ഞ കുറെ ആഴ്ചകളായിട്ട് നടക്കുന്ന പൊളിറ്റിക്കൽ ഡെവലപ്മെന്റിൽ നിന്ന്, പ്രത്യേകിച്ച് ഇന്ത്യ ബ്ലോക്കിലെ പ്രധാനപ്പെട്ട ഒരു കക്ഷിയായിട്ടുള്ള JDU അവിടെ നിന്ന് വിട്ടുപോവുകയും ഈ സഖ്യത്തിനെതിരെ സംസാരിക്കുകയും ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ. ഇവർ ഈ പറയുന്ന ഒരു കാര്യമുണ്ട്, യുണൈറ്റഡ് വി സ്റ്റാൻഡ് എന്നാണ് ഈ ഇന്ത്യ സഖ്യം പറയുന്നത്. അവരുടെ പ്രസ് മീറ്റുകൾ നടക്കുന്ന സമയത്ത്, മീറ്റിംഗുകൾ നടക്കുന്ന സമയത്തൊക്കെ തന്നെ പിന്നിൽ എഴുതി വെച്ചിരിക്കുന്നത് അങ്ങനെയാണ്, യുണൈറ്റഡ് വി സ്റ്റാൻഡ്. അപ്പൊ അതിനകത്തിലെ യുണൈറ്റഡ് എന്ന് പറയുന്നത് ഒന്നിച്ച് എന്നാണ് പറയുന്നതെങ്കിൽ പോലും JD യുണൈറ്റഡ് അതിൽ നിന്ന് എന്തായാലും പോയി. ഇനി അത് കഴിഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട പ്രശ്നം ഈ കക്ഷികൾ തമ്മിലുള്ള, അതായത് ഈ പറയുന്ന 28 കക്ഷികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് ഈ പൊളിറ്റിക്കൽ അലയൻസിന്റെ സാങ്കത്യമെന്നോ എന്തിനാണത് നിലകൊള്ളുന്നത് എന്നോ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഓരോരുത്തരെയും വിശ്വാസത്തിലെടുക്കാൻ പോലും അവർക്ക് കഴിയുന്നില്ല. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ പറയുന്ന 100 കോടി ഇലക്ട്രൽ ബേസിലേക്കൊക്കെ നമ്മൾ പോകുന്നത് എന്നുള്ളത് ആലോചിച്ച് നോക്കുക. അപ്പൊ അങ്ങനെ സ്വന്തമായിട്ടുള്ള ഈ കക്ഷി രൂപീകരിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അതിന് നെടുനായകത്വം വഹിച്ചിരിക്കുന്ന ആൾക്കാരെ പോലും ഇതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്താണ്, ഇതിന്റെ ഭാവി പരിപാടി എന്താണ്, ഇലക്ട്രൽ പ്ലാൻസ് എന്താണ്, സീറ്റ് ഷെയറിംഗ് അഗ്രിമെന്റ് എന്താണ് എന്നതിനെ പറ്റി ബോധ്യപ്പെടുത്തി വിശ്വാസത്തിലെടുക്കാനായിട്ട് ഈ കൂട്ടായ്മയ്ക്ക് കഴിയുന്നില്ല എങ്കിൽ പിന്നെ ഇവിടെ ഒരു കൂട്ടായ്മയില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഇന്ത്യ എന്ന് പറയുന്നതിലെ അവസാനത്തെ A എന്ന് പറയുന്നത് അലയൻസ് എന്നാണ്. ആ A എവിടെ പോയി എന്നുള്ളതാണ് ചോദിക്കേണ്ടത്. കാരണം നമ്മളിത് കേവലം ഒരു JDU-നെ പറ്റി അല്ല പറയുന്നത്, നമ്മൾ ഓരോ ദിവസവും ഇത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കക്ഷിക്ക് മറ്റുള്ള കക്ഷികളെ വിശ്വാസമില്ല. ഇപ്പൊ അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ലാർജർ ഇന്ത്യ ബ്ലോക്ക് എന്ന് പറയുന്നതിൽ തന്നെ പെടുന്ന മറ്റു പാർട്ടികളുണ്ടല്ലോ. ഇപ്പൊ CPM-ന് വിശ്വാസമില്ല എന്ന് അല്പം മുമ്പ് ശ്രീ സേനാപതി വേണു തന്നെ പറഞ്ഞതുപോലെ CPM-ന് കൂടെ അവരോട് ചേർന്നിട്ട് ഒരു സഖ്യത്തിന് പോകാനായിട്ട് അവരെ വിശ്വാസമില്ല എന്ന് പറയുന്നത് TMC ആണ്. എന്ന് വെച്ചാൽ ഈ ബ്ലോക്കിൽ തന്നെയുള്ള 2 പാർട്ടികളിൽ ഒരു പ്രധാനപ്പെട്ട പാർട്ടി പറയുന്നു, മറ്റൊരു പ്രധാനപ്പെട്ട പാർട്ടിയെ എനിക്ക് വിശ്വാസമില്ല, അതുകൊണ്ട് ഞാൻ തന്നെ മത്സരിക്കുമെന്ന്. സഖ്യത്തിന്റെ ഈ സഖ്യ ചർച്ചകളുടെ സമയത്ത് തന്നെ ഇപ്പോൾ ഈ സഖ്യ കക്ഷികൾ തമ്മിൽ നേരിട്ടുള്ള ഏറ്റുമുട്ടൽ ഉണ്ടാകുന്ന ഇടങ്ങളിൽ അത് അവിടെ ഇന്ത്യ സഖ്യം ഉണ്ടാവുകയില്ല എന്ന രീതിയിലുള്ള സൂചനകൾ തന്നിരുന്നു. ഉദാഹരണത്തിന് കേരളം, അത് വ്യക്തമാണല്ലോ, കേരളത്തിൽ നടക്കില്ല. ഇപ്പൊ പഞ്ചാബിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. അവിടെ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസുമാണ് 1ഉം 2ഉമായിട്ട് നിൽക്കുന്നത്. അവിടെയും സഖ്യം എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അത് അന്ന് ചർച്ച ചെയ്ത പോലെ തന്നെ സംഭവിച്ചു. ബംഗാളിലാകട്ടെ തൃണമൂൽ കോൺഗ്രസിന് ഒരിക്കലും CPM-ഉമായിട്ട് കൂട്ടുകൂടാൻ കഴിയില്ല. പക്ഷേ കോൺഗ്രസിന് അവിടെ CPM-ഉമായിട്ട് സാധിക്കുകയും ചെയ്യും. അത് തുടക്കത്തിൽ തന്നെ വിലയിരുത്തിയ ഒന്നാണല്ലോ. അതുകൊണ്ട് അതൊരു തിരിച്ചടിയായിട്ട് ഈ 3 സംസ്ഥാനങ്ങളിലെയും കാര്യങ്ങൾ പറയാൻ പറ്റില്ലല്ലോ. അല്ല, അതിലൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നോക്കൂ, ഇതിന് രാഷ്ട്രീയമായിട്ടുള്ള ന്യായമാണുള്ളത്. ഈ ആൾക്കാർ ചോദിക്കുകയാണ്, ശരി, നിങ്ങളുടെ പർപ്പസ് എന്ന് പറയുന്നത് BJP-യെ പരാജയപ്പെടുത്തുക എന്നുള്ളതാണ് എങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് എല്ലായിടത്തും ഒന്നിച്ച് നിന്നുകൂടാ? ഇപ്പൊ ഇവരൊരു ബ്ലാങ്കറ്റ് സ്റ്റേറ്റ്മെന്റ് പോലെ പറയുകയാണ്, കേരളത്തിൽ ഇത് പ്രവർത്തിക്കില്ല. എന്തുകൊണ്ടാ?
കേരളത്തിൽ ഇത് പ്രവർത്തിക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന് ഇവിടുത്തെ ഇലക്ട്രൽ ബേസിനോട് ഇവർക്ക് വിശദീകരിക്കാൻ കഴിയുമോ? അതിന്റെ പ്രധാനപ്പെട്ട കാര്യം, ഈ രണ്ട് പാർട്ടികളും അവരുടെ ശക്തി വർദ്ധിപ്പിക്കാനായിട്ട് അവരുടെ കാര്യമായിട്ടുള്ള സ്വാധീന മേഖലയാണ് കേരളം എന്ന് തിരിച്ചറിയുന്നത് കൊണ്ടാണ്. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മാക്സിമം സീറ്റ് എടുക്കുക, CPM-നെ സംബന്ധിച്ചിടത്തോളം മാക്സിമം സീറ്റ് എടുക്കുക എന്നുള്ളതാണ്. നേരെ മറിച്ച് ഇത് സഖ്യമായിട്ട് നിന്നോളൂ, ഈ 20-ൽ 20 അവർക്ക് തന്നെ കിട്ടും എന്നുള്ളത് നമുക്കറിയാമല്ലോ. കാരണം BJPക്ക് എന്തെങ്കിലും രീതിയിലുള്ള സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ പോലും കോൺഗ്രസ് പ്ലസ് CPM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BJPയേക്കാൾ വളരെ മുകളിലായിരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിനെ സെക്യൂർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് ശ്രമിക്കാമല്ലോ. ഇത് പ്രാദേശികമായിട്ടുള്ള തലത്തിൽ വർക്ക് ചെയ്യുന്നില്ല, പക്ഷേ ദേശീയ തലത്തിൽ BJPയെ മാറ്റി നിർത്തുക എന്നതിന് വേണ്ടി ഈ ഒരു ഇക്വേഷൻ വർക്ക് ചെയ്യുമെന്ന് ഇവർക്ക് പറയാമല്ലോ. അപ്പൊ അത് പറയാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഓരോ സംസ്ഥാനങ്ങളിൽ അവരുടെ നിർണായകമായിട്ടുള്ള സ്വാധീന ശക്തി ഉള്ളതുകൊണ്ടും അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കിടലിന് തയ്യാറല്ലാത്തത് കൊണ്ടുമാണ്. ഇപ്പൊ ഉദാഹരണത്തിന് TMC എടുത്തു കഴിഞ്ഞാൽ, TMC ബംഗാളിൽ ഒരു 40 സീറ്റ് ഉണ്ടെങ്കിൽ ആ 40 സീറ്റുകളിൽ അവർ ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ 20-25 സീറ്റ് അവർക്ക് കിട്ടും എന്ന് തന്നെയായിരിക്കും. അപ്പൊ അങ്ങനെയുള്ളതിനെ അവരെന്തിനാണ് വേറൊരാളുമായിട്ട് ഷെയർ ചെയ്യുന്നത്? അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ വരുന്ന സമയത്ത് പോലും ഇവരാരും ചർച്ച ചെയ്തിട്ടില്ല. ഇപ്പൊ നിതീഷ് കുമാറിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നല്ലോ. അദ്ദേഹം പറയുന്നത് എന്താണ്? ഇവിടെ കാര്യങ്ങളൊന്നും ഈ ഇന്ത്യ ബ്ലോക്കിൽ കൃത്യമായിട്ട് നടക്കുന്നില്ല, ഉദ്ദേശിച്ച രീതിയിലത്തേക്ക് കാര്യങ്ങൾ പോകുന്നില്ല. നോബഡി വാസ് ഡൂയിങ് എനിത്തിങ് ആഫ്റ്റർ ദി അലയൻസ് വാസ് ഫോംഡ് എന്നാണ്. അപ്പൊ പിന്നീട് ഈ നടന്നിരുന്ന മീറ്റിങ്ങുകളൊക്കെ എന്താണ്? ഇറ്റ് ഫെയിൽഡ് മൈ എക്സ്പെക്ടേഷൻസ് എന്നാണ് പറഞ്ഞത്. എന്റെ പ്രതീക്ഷകൾ മുഴുവൻ നശിച്ചിരിക്കുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിന് ഈ നേരത്തെ പറഞ്ഞതുപോലെ ഈ മുന്നണി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നിർണായകത്വം വഹിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. സ്വാഭാവികമായിട്ട് ഒരു പാൻ ഇന്ത്യ പ്രസൻസ് ഉള്ള ഒരു പാർട്ടിയിൽ നിന്ന് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് അതിന്റെ പോസ്റ്റർ ബോയ് ആയിട്ട് വരേണ്ടതാണ്. രാഷ്ട്രീയ ചാണക്യന്മാരായിട്ടുള്ള ആൾക്കാരെല്ലാം അവിടെയുണ്ട്. പക്ഷെ ഇതിനെല്ലാം തന്നെ ഒരു മുന്നണി സ്വഭാവത്തിലേക്ക് കൊണ്ടുവരുന്നതിന് ഇപ്പോഴും അവർക്ക് കഴിയുന്നില്ല. ഈ ഇന്ത്യ എന്ന് പറയുന്നത് ഇപ്പോഴും ഈ കുത്തിട്ട് നിൽക്കുന്നത് പോലെ ഓരോ പാർട്ടിയും അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിട്ട് നിൽക്കുകയും അവസാനം കിട്ടുന്ന അവസരങ്ങളിലെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തുകയുമാണ്. അത് തന്നെയാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് പറയുന്നത്. CPM-നെ സംബന്ധിച്ച് അങ്ങനെയാണ്, TMC എങ്ങനെയാണ്, ഇപ്പൊ JDU എങ്ങനെയാണ്. അതുകൊണ്ടാണല്ലോ പരസ്യമായിട്ട് ഓരോരുത്തർ പറയുന്നത് അവർക്ക് വിശ്വാസമില്ല, ഞങ്ങൾ ഒറ്റയ്ക്ക് നിന്നുകൊള്ളാം. ഈ ഒറ്റയ്ക്ക് നിൽക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ ചോദിച്ചതുപോലെ ഈ അലയൻസ് എവിടെയാണ്? ചില സ്ഥലങ്ങളിൽ മാത്രം വർക്ക് ചെയ്യുന്ന ഒരു അലയൻസ്, അതെന്താണ് അലയൻസ്? അവിടെ ഇവർക്ക് BJPയെ പരാജയപ്പെടുത്തേണ്ടേ? ഞാൻ ചോദിക്കുന്നത് പ്രാദേശികമായിട്ടുള്ള നിങ്ങളുടെ ഇക്വേഷൻസ് ഒക്കെ നമുക്ക് സമ്മതിക്കാം. ഇവിടെ UDF-ഉം LDF-ഉം തമ്മിൽ മത്സരിക്കട്ടെ. പക്ഷേ നിങ്ങൾ ഇവിടെ മത്സരിക്കുന്നത്, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ മത്സരിക്കുന്നത് കേന്ദ്രത്തിൽ നിങ്ങളുടെ പ്രഖ്യാപിത ശത്രുവായിട്ടുള്ള BJPയെ മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് എങ്കിൽ അവിടെ നിങ്ങൾക്ക് ഇലക്ട്രേറ്റിനെ മൊത്തത്തിൽ അഡ്രസ് ചെയ്തുകൊണ്ട് ഞങ്ങൾ ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടി ഒന്നിച്ചു നിൽക്കുന്നു എന്ന് സാധിക്കില്ല. അത് അവരത് ഉദ്ദേശിക്കുന്നുമില്ല. അതുകൊണ്ടാണല്ലോ ഈ മുന്നണി രൂപീകരണ ചർച്ചയ്ക്ക് ശേഷം ഈ രീതിയിലുള്ള പ്രതികരണങ്ങൾ വന്നതും. അതിൽ തന്നെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മുമ്പ് പറഞ്ഞത് ഇന്ത്യ എന്നുള്ളത് ഒരു മുന്നണി സംവിധാനമല്ല, അതൊരു നീക്കുപോക്ക് മാത്രമാണെന്നാണ്. CPM ഇപ്പോഴും അതിലാണ് വിശ്വസിക്കുന്നത്. അത് മാത്രമല്ല, ഇതിലിപ്പോൾ ഈ കോൺഗ്രസും BJPയും നേരിട്ട് ഏറ്റുമുട്ടുന്ന സംസ്ഥാനങ്ങളിൽ അത് എല്ലാം കൂടി കൂട്ടി നോക്കുമ്പോൾ ഏതാണ്ട് 121 സീറ്റുകൾ വരും. അവിടെ മാറി നിൽക്കുവാൻ ചിലപ്പോൾ ഈ പാർട്ടികൾ തയ്യാറായേക്കും. അതിനിപ്പം മറ്റ് സംസ്ഥാനങ്ങളിലെ സീറ്റ് വിഭജന ചർച്ചകൾ കൂടി കഴിഞ്ഞതിന് ശേഷമേ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു എന്തെങ്കിലും ഒരു മുന്നോട്ടുള്ള പോക്ക് അതിലുണ്ടെങ്കിൽ മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസും SP-യും ഒക്കെ മറ്റ് സംസ്ഥാനങ്ങളിൽ, മധ്യപ്രദേശ്, രാജസ്ഥാൻ മുതലായ സംസ്ഥാനങ്ങളിൽ മാറി നിൽക്കുമോ, അതോ അവരുമുള്ള വോട്ടുകൾ ചിതറിപ്പോകുന്ന രീതിയിൽ അവരവരുടെ സ്ഥാനാർത്ഥികളെ നിർത്തുമോ എന്ന് ശ്രീ ഷൈബു മഠത്തിൽ